ഹായ്, നമസ്കാരം. കേറ്ററ്റിന്റെ പ്രൊഫഷണൽ ആൻസർ കീ വന്നു കഴിയുമ്പോൾ അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് തെറ്റായിട്ടുള്ള ആൻസർ കീയിൽ പെട്ടതായിട്ടോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ശരിയായിട്ടുള്ള ഉത്തരം വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ ചലഞ്ച് ചെയ്യുകയും അതിൽ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാറുണ്ട്. ഇപ്പോൾ 150 ചിലപ്പോൾ ഒരു 5 ക്വസ്റ്റ്യൻ വരെയൊക്കെ ഡിലീറ്റ് ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഈ 150 ചോദ്യങ്ങളിൽ ഡിലീറ്റഡ് ആവുന്ന ഈ ചോദ്യങ്ങളുടെ മാർക്ക് നമുക്ക് കിട്ടുമോ, അതോ 150 നിന്ന് അത്ര എണ്ണം കുറച്ചിട്ട് കട്ട് ഓഫ് വീണ്ടും പുനർനിർണ്ണയിക്കുമോ? ഈ ഒരു സംശയം ഓരോ തവണയും ആൻസർ കീ വന്നു കഴിയുമ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതേക്കുറിച്ചിട്ട് പരീക്ഷാഭവനും പോലും ഒരു വ്യക്തത തരാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം പരീക്ഷാഭവൻ വർഷങ്ങളായിട്ട് പുറത്തിറക്കുന്ന അവരുടെ പ്രോസ്പെക്ടസിനകത്ത് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ഒപ്പം വരുന്ന ആ PDF-നകത്ത് പണ്ട് തൊട്ടേ രണ്ടും പറയുന്നുണ്ട്. അത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിന്റെ മാർക്ക് കിട്ടണം. അതായത് കട്ട് ചെയ്ത് കളഞ്ഞ ക്വസ്റ്റ്യൻസിന്റെ മാർക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കിട്ടണം. അതിന്റെ ബെനിഫിറ്റ് എന്തായാലും നിങ്ങൾക്ക് കിട്ടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതെങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ള കൺഫ്യൂഷനെ സംബന്ധിച്ചുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ 17ാമത്തെ പേജിൽ ഏറ്റവും ലേറ്റസ്റ്റ് വന്ന പ്രോസ്പെക്ടസിനകത്ത് 17ാമത്തെ പേജിലെ അവസാനത്തെ പാരഗ്രാഫ് നോക്കുക. കേറ്ററ്റ് പരീക്ഷയിലെ ഏതെങ്കിലും ചോദ്യങ്ങൾ ഒഴിവാക്കിയാൽ അത്തരം ചോദ്യങ്ങൾക്കുള്ള മാർക്കിളവ് വിഭാഗത്തിൽ പരീക്ഷ എഴുതി എല്ലാവർക്കും ഒരുപോലെ നൽകുന്നതാണ്. ഒഴിവാക്കുന്ന ചോദ്യത്തിന്റെ മാർക്ക് കൂടി ചേർത്ത് 150 മാർക്കിൽ തന്നെ ആയിരിക്കും മൂല്യനിർണ്ണയം നടത്തുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു ചോദ്യം ഒഴിവാക്കിയാൽ അത്തരം ചോദ്യങ്ങൾക്കുള്ള മാർക്കിളവെന്ന് പറയുന്നത് എല്ലാവർക്കും കൊടുക്കും. ആ ഒഴിവാക്കിയ ചോദ്യങ്ങളുടെ മാർക്കും കൂടി ആഡ് ചെയ്ത് 150 ആഡ് ചെയ്തുകൊണ്ടാണ് ഫൈനൽ വാല്യുവേഷൻ നടത്തുക. ഇപ്പോൾ 5 ക്വസ്റ്റ്യൻ തെറ്റുണ്ട്, ആ 5 മാർക്ക് എല്ലാവർക്കും കൊടുക്കും എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുക. അപ്പൊ 90 എന്നുള്ള കട്ട് ഓഫ് തന്നെ കടക്കാനായിട്ട് ആ 5 മാർക്ക് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ട് കിട്ടും എന്ന് വേണം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. പക്ഷെ ഇതേ PDF-നകത്ത് ഇവർ വീണ്ടും പറയുന്നൊരു കാര്യമുണ്ട്. 26-27 പേജുകളായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പരാതികൾ സ്വീകരിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ട് വിദഗ്ധ സമിതി ശുപാർശ ചെയ്യുന്ന തെറ്റായ ചോദ്യങ്ങളും കൃത്യമായ ഉത്തരങ്ങൾ ഇല്ലാത്ത ചോദ്യങ്ങളും മൂല്യനിർണ്ണയത്തിൽ നിന്ന് പരീക്ഷാ കമ്മീഷൻ ഒഴിവാക്കുന്നതാണ്. ഒഴിവാക്കുന്ന ചോദ്യങ്ങളുടെ മാർക്കും മൂല്യനിർണ്ണയത്തിൽ നിന്ന് ഒഴിവാക്കി റെക്ടിഫൈഡ് ആൻസർ കീ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. റെക്ടിഫൈഡ് ആൻസർ കീയുടെ അടിസ്ഥാനത്തിലാണ് കേറ്ററ്റ് OMR ഉത്തരക്കടലാസുകൾ മൂല്യനിർണ്ണയം നടത്തുക. കേറ്ററ്റ് പരീക്ഷ പൂർണ്ണമായി 2 മാസത്തിന് ശേഷം മാത്രമേ ഫലപ്രഖ്യാപനം നടത്തുകയുള്ളൂ. യാതൊരുവിധ സാഹചര്യത്തിലും ഫലപ്രഖ്യാപന തീയതികളിൽ മാറ്റം വരുന്നതല്ല. അപ്പൊ ഇതിനകത്ത് റെക്ടിഫൈഡ് ആൻസർ കീ പുറത്തിറക്കുന്നതിന് മുമ്പ് ഒഴിവാക്കിയ ചോദ്യങ്ങൾ, അതായത് പരീക്ഷാ കമ്മീഷൻ ഒഴിവാക്കുന്ന ചോദ്യങ്ങളുടെ മാർക്കും മൂല്യനിർണ്ണയത്തിൽ നിന്ന് ഒഴിവാക്കും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് നേരത്തെ പറഞ്ഞ പോലെ 5 എണ്ണം തെറ്റുണ്ടെങ്കിൽ ആ 150 5 കുറച്ചിട്ട് 145 എന്ന് വേണം ഇവിടെ നിന്ന് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ. അപ്പൊ ഇതിൽ എന്താ ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് ഇതുവരെ PDF-നകത്ത് പറഞ്ഞിട്ടില്ല. ബട്ട് നമ്മൾ ഈ റിസൾട്ട് വരുന്ന സമയത്തൊക്കെ വിളിച്ച് ഇൻഫോം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചോദിക്കുന്ന സമയത്ത് ഡിലീറ്റഡ് ആയിട്ടുള്ള അതിന്റെ മാർക്ക് ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും ഒരുപോലെ കിട്ടും എന്ന് തന്നെയാണ് അവർ പറയാറുള്ളത്. അപ്പൊ അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നോർമലി നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയുന്ന ക്വസ്റ്റ്യൻസിന്റെ മാർക്ക് കൂടി കിട്ടേണ്ടതാണ്. അങ്ങനെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തായാലും റെക്ടിഫൈഡ് ആൻസർ കീ വന്നു കഴിയുമ്പോഴത്തേക്കും റെക്ടിഫൈഡ് ആൻസർ കീ ആണ് ഫൈനൽ ആൻസർ കീ. അതിനുശേഷമാണ് വാല്യുവേഷൻ നടക്കുക. ഇപ്പൊ പ്രൊവിഷണൽ ആൻസർ കീ വന്ന പുറകെ നിങ്ങൾ എന്ത് ചെയ്യണം? മുഴുവൻ ക്വസ്റ്റ്യൻസും വിലയിരുത്തിക്കൊണ്ട് നമ്മൾ എഴുതിയ ആൻസറുകളുമായിട്ട് പൊരുത്തക്കേട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ റെഫറൻസ് ബുക്ക് വെച്ചുകൊണ്ട് അത് ചലഞ്ച് ചെയ്യണം. അത് DLD-ന്റെ ടെക്സ്റ്റ് ബുക്കോ BEd-ന്റെ ടെക്സ്റ്റ് ബുക്കുകളോ ഒത്തന്റിക് ആയിട്ടുള്ള NCERT SCERT ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് നിങ്ങൾ ചലഞ്ച് ചെയ്യുവാണെങ്കിൽ അതിൽ നിന്ന് കട്ടാവാനുള്ള അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് മാർക്ക് കിട്ടാനുള്ള ചാൻസ് കൂടും. വേറെ ആരെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ആരും ചെയ്യാൻ പോകില്ല. നിങ്ങളുടെ ഉത്തരവാദിത്തം നിങ്ങൾ തീർക്കുക. ക്വസ്റ്റ്യൻസ് ചലഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ചലഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കേറ്ററ്റിന്റെ ഡിലീറ്റഡ് ചോദ്യങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടേണ്ടതാണ്. അത് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ വരാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. അതുകൊണ്ട് ഒരാൾ പോലും ഈ പറയുന്ന പ്രൊഫഷണൽ ആൻസർ കീയിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാതിരിക്കരുത്. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. കൂടുതൽ അപ്ഡേഷൻസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.